ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ കോളേജിലെ പ്രസിഡന്റ് ഉസ്താദുകൾ, അതുപോലെ കോളേജിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന കോളേജിന്റെ പ്രിൻസിപ്പൽ അവറുകൾ, അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായ ഉലൂമുകൾ നടന്നു നൽകുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടി ഒരു സ്വാലിഹായ അമലായി നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മുടെ പരിശുദ്ധമായ ദാറുൽ ഖൈർ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ വളരെ സന്തോഷമേറിയ ഒരു വേളയിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നമ്മിലേക്ക് ഹാഫിദീങ്ങളായിട്ട് 11 പേര് അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന് ഉപകാരപ്പെടുന്ന ഉലൂമുകളാക്കി ഇവരെല്ലാം മാറ്റി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉസ്താദ് എന്നെ വിളിച്ചു പറഞ്ഞു, കുറച്ച് 3 കുട്ടികൾ ഹിഫ്ദ് പൂർത്തിയായിട്ടുണ്ട്, അപ്പൊ നമുക്ക് അവർക്ക് സ്വീകരണം കൊടുക്കണം, ഒരു ഫ്ലക്സും ഒരു മൊമെന്റും ഒക്കെ അടിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അതിനൊക്കെ ഓർഡർ കൊടുത്തു. അങ്ങനെ സ്വീകരണ സദസ്സൊക്കെ പൂർത്തീകരിച്ചു. 1 മാസത്തിനകം ഉസ്താദ് വീണ്ടും എന്നോട് പറഞ്ഞു, ഒരു 9 കുട്ടികൾ കൂടെ വീണ്ടും ഹിഫ്ദ് പൂർത്തീകരിച്ചിട്ടുണ്ട്, അപ്പോ അവർക്ക് നമുക്കൊരു സ്വീകരണ സദസ്സ് ഒരുക്കണം, അതിനൊരു വലിയ ഫ്ലക്സും അവർക്ക് വേണ്ട മൊമെന്റ് ഒക്കെ അടിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അത് പോയി റെഡിയാക്കി. ഒരാഴ്ച 1.5 കഴിഞ്ഞ സമയത്ത് വീണ്ടും ഉസ്താദ് എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു 2 കുട്ടികൾ കൂടെ വീണ്ടും ഹാഫിദായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് അവർക്ക് കൂടെ നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ സ്വീകരണത്തിൽ ഒരുക്കണം എന്ന് പറഞ്ഞപ്പോ
ഞാൻ വന്ന് വിടണ്ടായിരുന്ന ഉസ്താദ് പറയുന്ന ആലോചിച്ചു, ഈ വിദ്യാർത്ഥികളൊക്കെ ഹിഫ്ദ് പൂർത്തിയാക്കി വർഷം ഇറങ്ങും, എത്ര ആളിറങ്ങും, ഒരു 5 ആളൊക്കെ ഇറങ്ങേക്കാലം എന്നുള്ളൊരു മനസ്സിലാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനൊരു ഹാഫിദ് അല്ലാത്തത് കൊണ്ട് ഹിഫ്ദിന്റെ ദൈർഘ്യം എത്ര ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാവാം. ഹിഫ്ദ് ഓരോ വിദ്യാർത്ഥികളും ഹാഫിദാകുമ്പോൾ അവരുണ്ടായിരുന്ന, ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഉസ്താദുമാർ വിളിക്കും, ഇത്രയും പെട്ടെന്ന് ഹിഫ്ദ് പൂർത്തിയാക്കാൻ സാധിച്ചല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഓരോ വിദ്യാർത്ഥികളുടെ പോസ്റ്റർ കാണുമ്പോഴും അവർ സന്തോഷം അറിയിക്കും. അതുപോലെ ഗ്രൂപ്പുകളിലൂടെയും മറ്റുമെല്ലാം ഓരോ രക്ഷിതാക്കളുടെ ഓരോ സന്ദേശങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ നേരെ വളരെയധികം സന്തോഷം ഞങ്ങളുടെ മനസ്സിൽ നിറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ വിദ്യാർത്ഥികളുടെ ഭൗതികപരമായ വിഷയത്തിൽ ആണ് എന്നെ ഇവിടെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വരുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികൾ നമ്മൾ ഹിഫ്ദിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഞാനും സഹപാഠിയും കൂടിയിട്ട് ഇങ്ങനെ തീരുമാനിക്കണം, ഇവരൊക്കെ ഒരു സ്കൂളിലേക്ക് മാറ്റണം, അവരുടെ ഭൗതികത്തിന്റെ കാര്യം ഒന്നുപാട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ 10ാം ക്ലാസ്സിൽ 4 വിദ്യാർത്ഥികൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇപ്രാവശ്യം 10ാം ക്ലാസ് എഴുതുന്നില്ല, ഞങ്ങൾക്ക് ഹിഫ്ദാണ് പ്രാധാന്യം, അതുകൊണ്ട് ഞങ്ങൾ 10ാം ക്ലാസ്സിലായാല് SLC-ക്കല്ലേ അപ്പൊ പ്രയാസമാകും, അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഹിഫ്ദ് പൂർത്തീകരിച്ച് അടുത്ത പ്രാവശ്യം 10ാം ക്ലാസ് SLC പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു റാഹത്ത് തരാത്തത് കാരണം ഞാൻ അവരെ വീണ്ടും ഗ്രൂപ്പിലേക്ക് വിളിച്ചിട്ട് അവരെ ആവർത്തിച്ച് അവരോട് നിർബന്ധിപ്പിച്ചു. ഞാനും സഹപാഠി ഉസ്താദുമാരുടെ സഹായത്തോടുകൂടെ അവര് ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി പലരുടെ വീട്ടിൽ സമ്മതം നൽകുക പോലും ചെയ്യാതെ അവർ 10ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുകയും അല്ലാഹു അവർക്ക് ഇൽമിന്റെ വാതിൽ തുറന്നു കൊടുത്തു എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. വെറും 1 മാസം 1.5 മാസം സ്കൂൾ തുറന്നിട്ടായിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികളും ഹിഫ്ദ് പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെന്നും നിലനിൽക്കുന്ന ഒരു ഇൽമായി ഇതിനെ മാറ്റി കൊടുക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗ്ഗത്തിന് കുറെ ദറജകളുണ്ട്, ഖുർആനിന്റെ ദറജകള്, ഖുർആനിന്റെ ഓരോ ആയത്തുകൾ 6666 ദറജകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഖുർആനിനെ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും എത്രത്തോളം നാം ഖുർആനുമായി ഇടപഴകുന്നോ അത്രത്തോളം ദറജകൾ സ്വർഗ്ഗത്തിൽ കൂടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികള് ആ ഉയർന്ന ദറജയിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നും ആ ദറജ നിലനിർത്താൻ നമുക്കും അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭൗതികപരമായ കാര്യം അൽഹംദുലില്ലാഹ് വളരെ സുഗമമായ രീതിയിൽ ഇപ്പോൾ നടന്നു കൊണ്ടുപോയിരിക്കുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞതുപോലെ ഹിഫ്ദിന്റെ വിദ്യാർത്ഥികൾ ആഴ്ചയിൽ 1 ദിവസം ക്ലാസ്സിന് പോകുന്ന രീതിയിലും, അതുപോലെ ദർസിൽ പഠിക്കുന്ന ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ദിവസേന കോളേജിൽ പോവുകയും അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയത്ത് പല രക്ഷിതാക്കളും എനിക്ക് വിളിച്ചിരുന്നു, എന്താ ഉസ്താദ് അവരെ സ്കൂളിൽ ഇങ്ങനെ ചേർത്താൽ അവർക്ക് പോവാൻ വരാനൊക്കെ ബുദ്ധിമുട്ടാവൂലേ, ബസ്സിന് കയറി പോവാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലേ എന്നൊക്കെ ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ ഒരു ആശങ്ക നിറഞ്ഞിരുന്നു. പക്ഷേ സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികള്, പ്രധാനമായ നമ്മുടെ പ്രസിഡന്റ് അവരുകള് നമുക്ക് വേണ്ടിയിട്ട്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ വാഹനം തന്നെ അവരുടെ സ്കൂൾ സൗകര്യത്തിന് വേണ്ടി ഒരുക്കുകയും അതിനൊരു പ്രത്യേക ഡ്രൈവറെ ഏർപ്പെടുത്തുകയും ആ കാര്യങ്ങൾ വളരെ വാഹനത്തോടുകൂടെ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉസ്താദുമായിട്ട് സംസാരിച്ച സമയത്ത് ഉസ്താദ് പറഞ്ഞു, നമുക്ക് ഒരു പുതിയൊരു സംവിധാനം കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോ ലാപ്ടോപ്പ് സംവിധാനങ്ങളുണ്ട്, പല ലാപ്ടോപ്പുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞു. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളില് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ ലാപ്ടോപ്പ്
എത്രയോ മനസ്സുകൾ നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരുടെ പ്രവർത്തനത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്ന എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഈ സദസ്സിന് ഉദ്ഘാടനം കർപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ വചനങ്ങളുടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ സദസ്സിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തത് അധ്യക്ഷന്റെ ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. ബഹുമാനവതരണ നമ്മുടെ ഭാഗത്തിന്റെ സ്ഥാപനത്തിന്റെ എല്ലാമായ അബ്ദുൽ വഹാബ് ഇസ്ലാമിയ ഫാറൂഖി, അതുപോലെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ മഹല്ല് ഖതീബ് കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ബേസി, അതുപോലെ മറ്റു ഉസ്താദന്മാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സന്തോഷം നമുക്ക് നിലനിർത്തി തരട്ടെ. കഴിഞ്ഞ 18-ാം തീയതി ഇതുപോലെ ഒന്ന് ഒരുമിച്ച് കൂടി പിരിഞ്ഞതാണ്. അന്ന് ഉസ്താദ് ആശംസക്ക് വിളിച്ചപ്പോ വെറും ഒരു മാർക്ക് മാത്രം പറഞ്ഞ് നിർത്താനായിരുന്നു പഠിച്ചോണ്ട രീതി. എന്ന് വെച്ചാൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. അന്നപ്പോ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ മക്കളെ ഞാൻ ഒരു പ്രതീക്ഷിതേക്കാൾ അപ്പുറത്തെ ഉയർത്തി തരട്ടെ എന്ന് നമ്മളെല്ലാം ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞു. എന്നാൽ അന്ന് 18-ാം തീയതി ആയിരുന്നെങ്കിൽ ഇന്ന് 16-ാം തീയതിയാണ്. ഒരു മാസം തികഞ്ഞിട്ടില്ല. 11 മക്കളെ കൊണ്ട് അപ്പം നടത്താൻ രാജാതിരാജ നമുക്ക് അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 18 ഒരുമിച്ച് കൂടി പിരിഞ്ഞപ്പോ 19-ാം തീയതി വെള്ളിയാഴ്ചയാണ്, 20 ശനിയാണ്, 21 ഞായറാണ്, 22 തിങ്കളായപ്പോഴേക്ക് 4 മക്കളെ അല്ലാഹു നമുക്ക് നൽകി. അത് കഴിഞ്ഞു 24 വേറെ 3 മക്കളെ അല്ലാഹു നൽകി. അത് കഴിഞ്ഞു 27 മറ്റൊരു മകനെ അല്ലാഹു നൽകി. 30 അല്ലാഹു ഒന്നുകൂടെ അനുഗ്രഹിച്ചു. 5-ാം തീയതി വേറെ 2 കൂടെ അല്ലാഹു അനുഗ്രഹിച്ചു. ചുരുക്കി പറഞ്ഞത് കഴിഞ്ഞ മാസമാണ്, തുടക്കത്തിലാണ് പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോ കഴിഞ്ഞ വർഷം വരെ പല വഴികൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വലിയ സ്ഥാപനങ്ങൾ അല്ലാഹു തൗഫീഖ് നൽകി. പിന്നീട് ഇങ്ങനെ വർഷങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. എന്ന് വെച്ചാല് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ നമുക്ക് നിന്നുപോകാൻ കഴിയാത്ത രൂപത്തിലായപ്പോൾ സ്ഥിരമായി നിൽക്കണ്ട എന്ന് വിചാരിച്ചാൽ നടക്കുകയാണ്. അതിലും ആ സമയത്താണ് ഉസ്താദിന്റെ ഫോൺ ഒരു നമ്പറിലാണ് വരുന്നത്. ഒരു 15 ദിവസത്തെ കേരളോട് വരുന്നത്. അത് തിരിച്ചു പോകുമ്പോ ഉസ്താദ് ചില കാര്യങ്ങൾ ഉണർത്തിയിരുന്നു. ഈ വർഷം റമദാനായപ്പോ ഉസ്താദ് വിളിച്ചു. അന്ന് മാറിയത് കേരളവാന്റെ എന്നുള്ള മനസ്സായിരുന്നു. പല പ്രതിസന്ധികളായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. നിയമിക്കപ്പെട്ടപ്പോൾ അന്ന് വിദ്യാർത്ഥികൾ ദർസിലേക്ക് പ്രവേശിക്കുമ്പോ ഇവിടുത്തെ പുറമെ ദർസായപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും സന്തോഷം അതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഹിന്ദന ഉസ്താദിനൊപ്പം ലീവ് വേണ്ടി വരുന്നത്. നിയമിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോ അതിനൊക്കെ ഏറ്റെടുത്തുപോലെ അന്ന് ഹിന്ദന ഉസ്താദ് പറഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഏറ്റെടുക്കപ്പെടുമ്പോ ആർക്കും ധൈര്യം സത്യത്തിൽ പറഞ്ഞു. പക്ഷെ അന്ന് ഏറ്റെടുത്ത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വർഷത്തെ പരിചയം വെച്ചുകൊണ്ട്
15 ദിവസമായിട്ട് മുമ്പെങ്കിൽ ആ 15 ദിവസം കൊണ്ട് ഈ മക്കളെ പഠിക്കാൻ പഠിപ്പിക്കണം. ഈ മക്കൾ മുന്നോട്ട് ഗമിക്കാൻ പഠിപ്പിക്കാറുണ്ട്. അവർ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അവരെ പോകിയിലൂടെ ആരും മതിയാവില്ല എന്ന് മനസ്സിലാക്കൊണ്ട് അവരെ പ്രത്യേകതയോടെ തിരിച്ചു വിടുകയാണ്. ആരും അറിയാതെ ഞാൻ മക്കൾ മാത്രം പറയുന്നത് എന്ന് വെച്ചാൽ മക്കൾ ചെയ്യുകയാണ്. നേരം തെളിയിക്കുമ്പോ അവർ എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠിക്കാൻ എങ്ങനെ ഇരിക്കണം, എപ്പോൾ ഇരിക്കണം, എപ്പോൾ പഠിക്കണം, എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം, എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഓർക്കേണ്ടത് എന്നവിടെ പഠിപ്പിച്ചപ്പോ അവർ നമ്മുടെ കൂടെ വന്നു. അങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്. 10 ദിവസം കഴിയുമ്പോ 1 ജ്യൂസ് 2 ജ്യൂസ് 2 ദിവസമൊക്കെ പഠിച്ച മക്കളുണ്ടായി. അത് അവസാനിപ്പിച്ചപ്പോ ഉസ്താദിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഉസ്താദ് മുമ്പേ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് അള്ളാഹുവിനെ കൊണ്ട് ആ കുട്ടി ഇതിലേക്ക് തന്നെ വരികയാണ്. സത്യത്തിൽ ഒരു പരീക്ഷയില്ലാതെ പെട്ടെന്ന് വെള്ളിയാഴ്ച നാലുദിവസത്തേക്ക് സമയത്ത് വീടുന്ന നാലുദിവസത്തേക്ക് സമയത്ത് പറയാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ എന്റെ പരിചയം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് 10 മക്കളെ വർഷം നൽകാൻ സാധിക്കും, നമുക്ക് ലഭിക്കും എന്ന് ഞാൻ പറഞ്ഞു. സത്യത്തിൽ കഴിഞ്ഞ വാർഷികത്തിൽ 5 മക്കൾക്ക് സ്ഥലത്ത് കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്ന വസ്തുത എന്റെ അടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം 10 പ്രസ്താവനയാണ് ആ വിഷയമൊക്കെ ഞാൻ അറിയുന്നത്. പക്ഷെ 10 മക്കൾ പറയുമ്പോ 10 പുറത്ത് കണ്ടുകൊണ്ടാണ് 10 മക്കൾ പറഞ്ഞത്. പക്ഷെ ഉസ്താദ് ആവേശത്തോടെ കൊണ്ടുവന്നു. എനിക്കറിയുന്ന അവസ്ഥയിൽ മനസ്സ് ഇത്രമാത്രം ഇതുമായി ബന്ധപ്പെടുന്ന മക്കളെ ആഗ്രഹങ്ങളാക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും ഈ വർഷം 10 മക്കൾ ലഭിക്കും. നമ്മുടെ മക്കള് പറഞ്ഞു, ഉസ്താദ് എന്ത് പണിയാ പറഞ്ഞത്, എങ്ങനെ 10 ആകുമ്പോൾ ആഗ്രഹമില്ല, നിങ്ങൾ എന്താണ് പറഞ്ഞത്, എങ്ങനെ കഴിയുമെന്ന് മക്കൾ ശ്രമിച്ചപ്പോ ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ സഹായം കൊണ്ട് 10ഉം 15ഉം നിങ്ങൾ പഠിച്ചുള്ളവർക്കല്ലേ എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം കേട്ടോ അവർ കൂടി വരികയാണ്. മക്കൾ പഠിക്കുകയാണ്. എന്റെ ധാരണ ഞാൻ മാറ്റിവെച്ചു പോയി. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചു വരുമ്പോ എനിക്ക് ധാരണ ഇന്ന സമയത്ത് പഠിക്കാൻ കഴിയൂ, ഇന്ന സമയത്ത് പഠിച്ചാൽ ഓർമ്മ നിൽക്കൂ, ഇന്ന സമയത്താണ് പാഠങ്ങൾ പഠിക്കേണ്ടതൊക്കെ എന്ന ആ ധാരണയിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. കുട്ടികൾ പാഠങ്ങൾ പഠിക്കാൻ തുടങ്ങി. അവർക്ക് പഠിച്ചു വരുമ്പോ അവരുടെ കൂടെ വന്നു. കൂടെ വരുമ്പോ എപ്പോ വേണമെങ്കിലും പാഠം കേൾക്കാൻ തയ്യാറായി. ഒരു ഉച്ചയ്ക്ക് തുടങ്ങിയിരിക്കുമ്പോ ഉച്ചയ്ക്ക് സ്കൂളിന്റെ സമയമാണ്. ചില മക്കൾ കൂടെയുണ്ട്. അവരുടെ ഓടിക്കൊണ്ടിരുന്നത് കുറെ ഞാൻ അവരെ ചെറിഞ്ഞ് കിടന്നു. അപ്പൊ കുട്ടികൾ ഓടുക. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു പാഠം പഠിക്കണ്ട, ഇപ്പൊ ഒരു പാഠഭാവോ അതുപോലെ മസാലോ പഠിപ്പോ പ്രാവശ്യം പഠിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ പാഠം പഠിക്കുന്നത്. ഞാൻ പറഞ്ഞ ധൈര്യം പേര് ഓടുന്നത് ഞാൻ തമാശക്ക് പറഞ്ഞു. സത്യ കുട്ടി ഓടി കേൾക്കുകയാണ്. ഒരു പേജ് കൃത്യമായ കുട്ടി പാരായണം ചെയ്തപ്പോ അവരെന്തുകൊണ്ട് കടന്നുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ അതിന്റെ കിട്ടാന്റെ ഭാഗങ്ങൾ പറഞ്ഞു കൊടുത്തു. കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചപ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്റെ റൂട്ട് മാറ്റുകയാണ്. ഞാൻ പിന്നീട് കുട്ടികൾ പോകുമ്പോ അവർ പാഠങ്ങൾ പഠിക്കാൻ തുടങ്ങി. രാവിലെ നേരത്തെ പാഠങ്ങൾ വരാൻ തുടങ്ങി. രാവിലെ സുബഹി കഴിഞ്ഞ സുബഹിക്ക് മുമ്പ് ഇരുന്നാൽ സമയത്ത് പാഠം മക്കൾ തയ്യാറായി. പക്ഷെ ഞാൻ പറഞ്ഞു, ആരും വരുമ്പോൾ ഞാൻ മുടക്കിയില്ല. പിന്നീട് അത് മറ്റു സ്ഥലത്ത് പറഞ്ഞു കൊടുത്തു, ഇപ്പൊ പാഠം കൊണ്ടുവരുന്നത്. ആ സമയത്ത് പാഠം നമുക്ക് ചേർത്ത് മുടങ്ങും. അതുകൊണ്ട് ആ സമയം ബ്ലോക്ക് ചെയ്തപ്പോ സുബഹിസ്കാരം കഴിഞ്ഞു. ഉടനെ മക്കൾ വരികയാണ്. പോലെ ചായക്ക് വേണ്ടി കാൽച്ചായക്ക് വേണ്ടി പോകുന്ന സമയം പോലും മാറ്റിവെച്ച് 5ഉം 6ഉം 8ഉം മക്കൾ വരികയാണ്. ആദ്യം ഒരാൾ വരും. ഞാൻ പറഞ്ഞ ആ 2 പിന്നീട് 3 അത് കൂടി 8ഉം 10ഉം മക്കൾ കൂടി വെയിറ്റ് ചെയ്യുന്ന അവസരം ഉണ്ടായി. അവർക്ക് പാൽ നൽകാൻ വേണ്ടി 5 ആരൊക്കെ പാൽ തുടങ്ങിയാൽ 6 മണി 6 എല്ലാവരും പാടും കഴിയുകയാണ്. 7:15 അവരുടെ മുസാഫിർ കഴിയുകയാണ്. അവരുടെ അത് കഴിഞ്ഞ് 8 മണിക്കാവുമ്പോഴേക്ക് നാസ്തയുടെ സമയം കഴിയുമ്പോഴേക്ക് അത് മുറാജയും കഴിയുകയാണ്. പഴയ പാൽ ഓടി കഴിയുകയാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, പാടുകൾ പഠിച്ചോളൂ. ആ പഠിക്കാൻ കൊടുത്ത അവസരം മക്കൾ